എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രായപൂർത്തി ആയവർ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് അധികം ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ കാണരുത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ നശിച്ച് വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നശിച്ചു പോകുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഡാഷ് കാണിച്ച് പണം സമ്പാദിക്കണം എന്ന് മാത്രം കരുതി മുന്നോട്ട് വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപാടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പരസ്പരം ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ പോലും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ലൈവായും വീഡിയോസ് ആയിട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് പതുക്കെ സമർപ്പിക്കുന്നത് പോലെ സമർപ്പിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കാശ് വാരി അതിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അമേദ്യം നക്കി ജീവിക്കുന്ന പല തെണ്ടികളുണ്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവറ്റകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്കൊക്കെ തീട്ടം തിന്നാൻ കിട്ടുന്നത് വെച്ചിട്ട് നിനക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തീട്ടം തിന്നാനുള്ളത് കിട്ടും. പക്ഷെ അത് കണ്ടിട്ട് പുതിയ തലമുറയിൽപ്പെട്ട പല കുട്ടികളും ഇത്തരത്തിൽ ജീവിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കും ചെയ്യാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മുതിർന്ന വ്യക്തികൾ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും പണ്ടത്തെ കാലത്തെ പോലെ തല്ലിക്കൊടുത്ത് ചൊല്ലിക്കൊടുത്തല്ല ഇപ്പോഴത്തെ കാലത്ത് മക്കളെ വളർത്തുന്നത്. തല്ലിക്കൊടുക്കാൻ പാടില്ല. കാരണം തല്ലിക്കഴിഞ്ഞാൽ പാരൻസ് ആണ് തല്ലുന്നതെങ്കിലും കോടതി കയറേണ്ടി വരും ആരെങ്കിലും പരാതിപ്പെടാനുണ്ടെങ്കിൽ. അതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ചൊല്ലിക്കൊടുക്കാനായിട്ട് വീട്ടുകാർക്കും നേരമില്ല. കാരണം പല തരത്തില് ജോലികൾക്കായാലും, അതല്ലെങ്കിൽ വീട്ടുജോലികളൊക്കെ തീർന്നിട്ട് സീരിയലിന്റെ മുന്നിലായാലും, അതല്ലെങ്കിൽ മൊബൈലും കൊണ്ട് കുത്തിയിരിക്കുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പല അമ്മച്ചിമാരുടെയും പ്രധാനപ്പെട്ട ജോലി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചൊല്ലിക്കൊടുക്കാനുള്ള സമയവുമില്ല. സമയമുണ്ടെങ്കിലും അവർക്കതിന് മനസ്സില്ല. അതാണ് വാസ്തവം. അപ്പോ അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് വഴി തെറ്റിപ്പോവണം എന്ന് ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവർ മനഃപൂർവ്വം വഴി തെറ്റാൻ വേണ്ടിയിട്ടായിരിക്കില്ല പലതും ചെയ്യുന്നത്. അവരുടെ ഒരു പൊട്ട ബുദ്ധിയിൽ അവർ പലതും ചെയ്യുന്നതായിരിക്കാം. നമുക്കും ഇതുപോലെ വൈറലാവാം. ഇതുപോലെയുള്ള ആന്റിമാര്, അമ്മച്ചിമാര്, അമ്മൂമ്മമാര്, മുതുക്കി തള്ളകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കാണിച്ചുകൂടാ എന്നുള്ളൊരു ചിന്താഗതി ഇവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കും? കാരണം എന്തും അനുകരിക്കുന്ന പ്രായമാണ് ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള പടു അപരാധങ്ങളൊക്കെ കണ്ടു വളരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? അപ്പോൾ എന്തായാലും പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത്. കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാനവും വേണം. സോഷ്യൽ മീഡിയയിൽ നിന്നും പണം കിട്ടും എന്ന് കരുതി എന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കുന്ന നിങ്ങളോടൊക്കെ എന്ത് പറയാനാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്തിൽ വേണ്ടാതെ ഇരുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യമായിരുന്നു. ഇത്രയധികം വസ്ത്ര സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്ക് കൊടുക്കരുതായിരുന്നു. എല്ലാത്തിനും ഒരു അതിർവരമ്പ് ഉണ്ടാവണം എന്നല്ലേ? അപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് കുറച്ച് അതിർവരമ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എടുക്കാമായിരുന്നു. എന്തും കാണിച്ച് എങ്ങനെയും ജീവിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ഒരിക്കലും നമ്മുടെ സർക്കാർ ചിന്തിക്കരുതായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് വസ്ത്ര സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ നൂൽബന്ധമില്ലാതെ നാളൊരു സമയം പെണ്ണുങ്ങൾ നടന്നു കഴിഞ്ഞാലും പറയണം അതും അവരുടെ സ്വാതന്ത്ര്യമാണ്, വസ്ത്ര സ്വാതന്ത്ര്യം. അവർക്ക് വസ്ത്രം ധരിക്കേണ്ട എന്നുള്ളൊരു സ്വാതന്ത്ര്യം എടുക്കാനുള്ള ആ ഒരു അവകാശം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ വസ്ത്രം ധരിക്കാതെ നടക്കുന്നത് എന്നായിരിക്കും പലരും പറയുന്നത്. അപ്പൊ ഇവിടെ ഞാനിത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്വാമിമാരില്ലേ, അഘോരി സ്വാമിമാരില്ലേ, അവരെത്ര തുണി ഉടുക്കാതെ നടക്കുന്നു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അഘോരി സ്വാമിമാര് തുണി ഉടുക്കാതെ നടന്നു കഴിഞ്ഞാലും അവർക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീര അവയവത്തിന് പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എങ്ങനെയാണോ ജനിക്കുമ്പോൾ കിടക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ അങ്ങനെ വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാതെ നടന്നാൽ കാണുന്ന അതേ വൃത്തികേടല്ല ഒരു സ്ത്രീ നടന്നാൽ അതിനേക്കാൾ ഏറെ വൃത്തികേടായിരിക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനെ ആ ഒരു വിഷയത്തിൽ സ്ത്രീയെ ആയാലും പുരുഷനെ ആയാലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ. പക്ഷെ എന്നാൽ പോലും അത് അതിലേറെ അപമാനവും വൃത്തികേടുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആവണം എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന
അപരാധം. എന്തായാലും ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പേര് ഞാൻ അതുപോലെ പറയുന്നില്ല, ഒരു ആഢ്യത്യമുള്ള ഒരു എന്താ പറയുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും പേരിന്റെ തുമ്പത്ത് നായർ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ നായരിച്ചികളൊക്കെ ഇങ്ങനെ നായർ വർഗത്തെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. ആ കാണിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കാറി ഒരു തുപ്പ് തുപ്പാനായിട്ട് തോന്നുകയാണ്. പക്ഷേ ഞാൻ തുപ്പിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേ വീഴത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം എന്തായാലും അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഉളുപ്പുണ്ടോ സ്ത്രീയെ? നിനക്ക് നാണമുണ്ടോ? നിന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുന്നില്ലേ? നീയൊക്കെ നിന്റെ അപ്പനും കാണുന്നില്ല. നിനക്ക് അപ്പനുണ്ടോ ശരിക്കും? ഇനി അപ്പൻ ഉണ്ടെങ്കിലും അപ്പൻ ഇല്ലെങ്കിലും ശരിക്കും വളരെ മ്ലേച്ഛമായിട്ടുണ്ട്, വളരെ നാണക്കേടാണ്. നിന്റെ നാട്ടിന് പോലും നീ ഒരു നാണക്കേടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും എന്താ ഈ കാണിച്ച് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പെണ്ണും പിള്ളയ്ക്ക് ഉളുപ്പില്ലേ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് ഈയം ഉരുക്കി ആ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ വെട്ടി തിളപ്പിച്ച്, എണ്ണയ്ക്കൊക്കെ കുറച്ചധികം വില കൂടുതലാണ്, എന്നാലും വേണ്ടില്ല, വെളിച്ചെണ്ണ കിട്ടിയില്ലെങ്കിൽ പാം ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് നല്ല ഫോഴ്സിന് ഒഴിച്ചു കൊടുക്കുക. ഇരുമ്പിച്ചട്ടിയോടുകൂടി പിടിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതോടുകൂടി ഈ ഒരു സുഖക്കേട് അല്ലെങ്കിൽ ഈ ഒരു സൂക്കേട് അതോടുകൂടി മാറിക്കിട്ടും എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്താണ് അറപ്പ് തോന്നുകയാണ്. പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ശാപം, പെണ്ണ് തന്നെയാണ് പെണ്ണുങ്ങളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന ആളുകൾ കുറച്ച് അധികം വാഴകൾ, കുറച്ചധികം ഞരമ്പുകൾ ചിലപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അത്തരത്തിലുള്ള ഞരമ്പുകൾ ചോദിക്കുമായിരിക്കും, നിനക്കെന്താ പെണ്ണും പിള്ളേ, ഇതിന് നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുമായിരിക്കും. ഈ ഇങ്ങനെ ചോദിക്കുന്ന ഞരമ്പന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എടാ വൃത്തികെട്ടവന്മാരെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള പുതിയ കുഞ്ഞുങ്ങൾ കൂടിയാണ് വഴിതെറ്റി പോകുന്നത്. ദേ മുതുക്കി തള്ളക്ക് ഇങ്ങനെ ആവാമെങ്കിൽ നമുക്കും എന്താ ആയിക്കൂടെ എന്ന് കുട്ടികളൊക്കെ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്കൊക്കെ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നീയൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരെ പോയി നോക്ക്, കാണ്, സായുജ്യം അടയൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു സ്ത്രീക്ക് ഒരു അവാർഡ് കൊടുക്കണം. ഈ സ്ത്രീ മാത്രമല്ല, ഇപ്പൊ ഒരുപാട് അപരാധങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അപരാധത്തിന്റെ അങ്ങേയറ്റവുമാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനൊന്നും, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാൻ അങ്ങനെ സജീവമായിട്ടുള്ള ആളല്ല, 1-2 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അധികം നോക്കാറില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഞാൻ ജസ്റ്റ് നോക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ മോശം സ്ത്രീയെ, നാണക്കേട് തന്നെയാണ്. നിന്നെ പോലുള്ള വിഷവിത്തുകളെയൊക്കെ രാജ്യത്തിൽ നിന്ന് തന്നെ തുരത്തി കളയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന് പോലും അപമാനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ വളരെയധികം അഭിമാനത്തോടു കൂടി, നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മികവിനെയും അസൂയയോടുകൂടിയാണ് അയൽ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ എന്തായാലും എന്ന് പറഞ്ഞാൽ BJP സർക്കാരിനെ, നരേന്ദ്രമോദിജിയെ ചിലപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, പലർക്കും അദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എന്നാൽ പോലും പറയട്ടെ, മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെയധികം കൗതുകത്തോടു കൂടിയാണ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ അങ്ങനെ കൗതുകത്തോടു കൂടി ഉറ്റുനോക്കുന്ന രാജ്യത്തിലുള്ള ആളുകൾക്ക് കണ്ണിന് കൗതുകം കൂടുതൽ കൊടുക്കാനാണെന്ന് തോന്നുന്നു ഇവറ്റകളൊക്കെ ഇതുപോലെ കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ശരിക്കും മാനക്കേടാണ്, ലജ്ജാവഹം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കുറച്ചധികം എണ്ണ കിട്ടിയിരുന്നെങ്കിൽ വെട്ടിത്തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.